ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നു മുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്ന് ഇ.ഡി. ആദ്യഘട്ടത്തിൽ 5 പേർക്കാണ് സമൻസ് അയച്ചത്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർക്കാണ് സമൻസ്. ജാമ്യവ്യവസ്ഥ അനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഇന്ന് ഹാജരായേക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇ.ഡി. കാര്യമായി വ്യവസ്ഥകളിലേക്കൊക്കെ കടക്കുകയാണല്ലോ ഇന്നു മുതൽ. എന്താണ് വിവരങ്ങൾ? മായ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ഇ.ഡിയുടെ അന്വേഷണത്തിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇ.ഡി. ഇന്നു മുതൽ തന്നെ ഈ കേസിലെ നിലവിൽ പ്രതികളായിട്ടുള്ളതും ഒപ്പം തന്നെ ഇ.ഡിയുടെ സംശയനിഴലിലുള്ള ആളുകളോടുമായി ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ 5 പേർക്കായിരുന്നു സമൻസ് അയച്ചിരുന്നത്. ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു, ഒപ്പം S. ശ്രീകുമാർ അടക്കമുള്ള ആളുകളുണ്ട്. മുരാരി ബാബുവിനോട് ഇന്ന് ഹാജരാകാനായിട്ടായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ മുരാരി ബാബു ഇന്ന് ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മുരാരി ബാബുവിന് SITയുടെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഈ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് ഇന്ന് SITക്ക് മുന്നിൽ മുരാരി ബാബു ഹാജരാകേണ്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇ.ഡിയുടെ അന്വേഷണത്തിന് ഇന്ന് ഹാജരാകില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി സമൻസ് അയച്ചിട്ടുണ്ട്. S. ശ്രീകുമാറിനുണ്ട്. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്ക് തന്നെയാണ് ഏതായാലും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് കൂടി ഈ ചോദ്യം ചെയ്യലുകൾ നീളും എന്ന് തന്നെയാണ് ഇ.ഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും SIT നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളതും ഒപ്പം തന്നെ SITയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലൊക്കെ വന്നുപോയ ചില ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ ഇ.ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് നീക്കം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇ.ഡി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. 3 സംസ്ഥാനങ്ങളിലായിട്ട് 21 സ്ഥലങ്ങളിൽ ഇ.ഡി പരിശോധന നടത്തുകയും ചില പ്രധാനപ്പെട്ട രേഖകളൊക്കെ എല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചത് ഒപ്പം തന്നെ SIT ഇ.ഡിക്ക് കൈമാറിയിട്ടുള്ള രേഖകൾ ഇതൊക്കെയെല്ലാം പരിശോധിച്ചതിൽ നിന്ന് വലിയൊരു ചോദ്യാവലി തന്നെ ഇ.ഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യാവലി മുൻനിർത്തി തന്നെയായിരിക്കും ഏതായാലും ചോദ്യം ചെയ്യൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇ.ഡിയുടെ പരിശോധന, അത് ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ വലിയ രേഖകൾ, നേരത്തെ SITക്ക് കണ്ടെത്താൻ കഴിയാത്തതടക്കമുള്ള പല രേഖകളും ഇ.ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയൊരു ചോദ്യാവലി തന്നെയാണ് ഏതായാലും ഇ.ഡി തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 5 പേരെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേർക്ക് കൂടി സമൻസ് നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, ഇതിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നു മുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുകയാണ് ഇ.ഡി.